ലഹരി കച്ചവട കേന്ദ്രമായ കണ്ണങ്കരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാഗത്ത് നിരന്തരം പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന നടക്കാറുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘടന നടക്കുന്നതും പതിവാണ്. പോലീസ് പട്രോളിംഗും എക്സൈസ് വിഭാഗത്തിന്റെ പരിശോധനയും ഇവിടെ കർശനമാക്കണമെന്നാണ് ജനപ്രതിനിധികളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. കണ്ണങ്കരയിൽ നിന്ന് ഈ വിപത്ത് എങ്ങനെ ഒഴിവാക്കും എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ട് കുറെ കാലമായതാണ്. എന്താണ് ഇപ്പോഴും അവിടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകാത്തത്? ഗുഡ് ഈവനിംഗ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ കണ്ണങ്കര സ്ട്രീറ്റിലാണ്. ഇവിടെ ഒരു നിത്യകാഴ്ച എന്നുള്ളത് ഈ സായന്തനം സമയമൊക്കെ ആകുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ജോലി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരും. ഇവർ തമ്മിൽ പരസ്പരം സംഘട്ടനം നടക്കുന്നത് ഇവിടെ പതിവാണ്. പക്ഷേ പലപ്പോഴും ഈ തദ്ദേശവാസികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാറില്ല. കാരണം അവർക്ക് ഭയമാണ്. ഇവർ മദ്യ ലഹരിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയിലോ ഒക്കെ ആകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്നത് ഈ ഭാഗത്തെ കെട്ടിടങ്ങളിലാണ്. ഇവിടെ നിരന്തരം എക്സൈസിന്റെയും ഒപ്പം തന്നെ ഈ റോഡിലൂടെ പോലീസിന്റെയും ഒക്കെ പട്രോളിംഗ് ഉണ്ട്. പരിശോധനകളിൽ പലപ്പോഴും കഞ്ചാവും മറ്റ് ലഹരിയുമൊക്കെ നിരന്തരം കണ്ടെത്താറുണ്ട്. ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്ത് അന്വേഷണം അല്ലെങ്കിൽ പരിശോധനകളൊക്കെ കൂടുതൽ ഊർജിതമാക്കണമെന്നാണ്. നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഈ കേസുകളുടെ കണക്ക് എടുക്കുമ്പോൾ 2010 മുതലുള്ള കണക്കുകൾ നാം നോക്കുമ്പോൾ ഈ വർഷം വരെ ഓരോ വർഷവും എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ സ്ട്രീറ്റുകൾ, ഒപ്പം തന്നെ ഈ ഗ്രാമീണ മേഖലയിലെ വയലോരങ്ങൾ, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ രാത്രികാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളും ഒപ്പം തന്നെ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളുമൊക്കെ ഈ ലഹരി പരസ്പരം കൈമാറുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഊർജിതമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. ഇപ്പോൾ പൊതുപ്രവർത്തകൻ നാസർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങൾ കൂടുന്നു, ഒപ്പം തന്നെ കൈമാറ്റം കൂടുന്നു? നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെടാറുണ്ടോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എക്സൈസിന് വിവരം ധരിപ്പിക്കാറുണ്ടോ? മുമ്പൊക്കെ ഇവിടെ എക്സൈസ് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആ കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ പറയുന്ന ജനകീയ കമ്മിറ്റിയാണ്. ഇപ്പോൾ എക്സൈസിനെ പൊതുപ്രവർത്തകർ വിളിച്ചാൽ എക്സൈസ് എടുക്കില്ല. പോലീസുകാർ പേരിന് മാത്രം ഒന്ന് കറങ്ങിപ്പോവല്ലാതെ ഇവിടെ യാതൊരുവിധ പരിശോധനയുമില്ല. ഇവിടെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ബീഹാർ, ബംഗാൾ, ആസാം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ടൺ കണക്കിന് കഞ്ചാവ്, രാസലഹരികളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഇവർ വാടകയ്ക്ക് താമസിക്കും. നേരത്തെയൊക്കെ ചെറിയ വീടുകളിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചത്. ഇപ്പോൾ ഉള്ള തൊഴിലാളികൾ എന്ന് പറയുന്ന ഫ്ലാറ്റ് എടുത്തിട്ട് ഫ്ലാറ്റിൽ താമസിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും കൂടി അവിടെ നിന്ന് ഈ രാസലഹരികളുടെ ഏജന്റുമാർ മലയാളികളായിട്ടുള്ള യുവാക്കളെ തെരഞ്ഞു പിടിച്ച് ബൈക്കിലും കാറിലും മറ്റു കാര്യങ്ങളിലുമായി വ്യാപകമായ രീതിയിൽ കണ്ണങ്കര കേന്ദ്രീകരിച്ച്, കണ്ണങ്കര എന്ന് പറയുന്ന ഒന്നേ കേരളത്തിൻ്റെ ഒരു ലഹരിയുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ 2 യൂണിവേഴ്സിറ്റിയുടെ 2 കോളേജുകളുണ്ട്, അമൃത സ്കൂളുണ്ട്, നേഴ്സിംഗ് ഹോസ്റ്റലുണ്ട്, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വനിതാ ഹോസ്റ്റലുണ്ട്. ഇവരൊക്കെ ഈ രാസലഹരിയുടെ ഇടയിൽ കൂടെ വളരെ ഭയന്ന് ഭീതിയോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നതും ഇവിടെ യാത്ര ചെയ്യുന്നതും. എക്സൈസിൻ്റെ നിരന്തരമായ റെയ്ഡ് മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് മാത്രമേ ഇതിനെ അമർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പൊതുപ്രവർത്തകരുടെ അഭിപ്രായം. സുജയ, ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് തിരുവല്ലയാണ്. മറ്റൊന്ന് പത്തനംതിട്ടക്കാർ ആശ്രയിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെയാണ്, അത് ആലപ്പുഴയാണ്. ഈ 2 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പറഞ്ഞ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുകയും ഇവർ പത്തനംതിട്ട ഒപ്പം തന്നെ അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒക്കെ പോകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ 2 റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഊർജിതമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്നും. കണ്ണങ്കരയിലെ ലഹരി കേന്ദ്രങ്ങളാണ്. അവിടുത്തെ പ്രതിസന്ധി എന്താണ്? കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരിടം കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ട സാധ്യത അത് തേടുകയായിരുന്നു നമ്മൾ. ആ പരിഹാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു.